അതിനിടെ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന് LDF. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതി എന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി അലക്സറ മുഹമ്മദ്, ഷഫീദ് റാവുത്തർ എന്നിവരാണ് തത്സമയം ചേരുന്നത്. ആദ്യം അലക്സറ മുഹമ്മദിലേക്ക്. അലക്സ്, എന്താണ് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ച നാടകീയ രംഗങ്ങൾ? എന്താണ് ആ നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം? വേണു, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. സംസ്ഥാന സർക്കാരും ഗവർണറുമായി രൂക്ഷമായ പോര് പരസ്യമായി തുടരുന്നതിനിടെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം എത്തുന്നത്. നയപ്രഖ്യാപനത്തിന് വേണ്ടി ഗവർണറെ ക്ഷണിക്കുന്നത് പോലും അത്തരമൊരു പശ്ചാത്തലത്തിന് ഇടയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് സമാനമായി നയപ്രഖ്യാപനത്തിൽ ഗവർണർക്ക് ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ, അതായത് കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇന്നും സ്വാഭാവികമായി അത്തരത്തിലൊന്ന് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അത്യന്തം നാടകീയമായ അസാധാരണ നീക്കങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായി സഭയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാവിലെ ഏതാണ്ട് ഒരു 8:45 കൂടിയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, നിയമസഭയിലേക്ക് എത്തുന്നത്. നിയമസഭയിൽ ഏതാണ്ട് 8:55 അദ്ദേഹം എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, ഒപ്പം പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ഗവർണറെ സ്വീകരിച്ചത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിയാണ്. ഗവർണർക്ക് ബൊക്ക നൽകിയാണ് സ്വീകരിച്ചത്. ആ ബൊക്ക ഗവർണർ വാങ്ങിയെങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇരുവരും മുഖത്തോട് മുഖം നോക്കിയില്ല എന്നുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞ് ഗവർണർ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. 9 മണിയോടുകൂടി ഈ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നു. ആദ്യ ഭാഗം, നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യ ഭാഗം, അത് അഭിസംബോധനയാണ്. സഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. തുടർന്ന് അവസാന ഖണ്ഡികയിലേക്ക് താൻ പോകുന്നു എന്ന് പറഞ്ഞ് അവസാന ഭാഗം വായിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം വായിച്ച ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ല, ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോടും നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണ് ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് എന്ന് പറയുന്നു. സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നത് അംഗീകരിക്കാനാകില്ല. അതിന് ശോഷണം സംഭവിക്കാതെ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യത ആണ് എന്നും ഈ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞ് ജയ്ഹിന്ദ് പറഞ്ഞ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം സഭ വിട്ടിറങ്ങുകയായിരുന്നു. 1 മിനിറ്റും 20 സെക്കൻഡും നീണ്ട നയപ്രഖ്യാപന പ്രസംഗം. ഒരുപക്ഷെ സഭ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി പോയി. അത് സാമാജികർ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, അദ്ദേഹത്തിൻ്റെ മുഖഭാവമടക്കം നമ്മൾ കണ്ടതാണ്. സഭാ TV-യിൽ സ്പീക്കർ AN ഷംസീറിൻ്റെ മുഖഭാവമടക്കം കണ്ടതാണ്. ആ 1 മിനിറ്റ് 20 സെക്കൻഡ് നയപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റ് യാതൊരുവിധ പ്രതികരണത്തിനും തയ്യാറാകാതെ അദ്ദേഹം രാജ്ഭവനിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് സഭയ്ക്കുള്ളിൽ കണ്ടത്. സർക്കാർ തന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം, പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തിന് അടിച്ചേൽപ്പിക്കുന്നു തുടങ്ങിയ വലിയ വിമർശനങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. പൊതുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി സർക്കാർ പറഞ്ഞിരുന്നു. അതിനു പുറമെയാണ് ഈ സാമ്പത്തിക ഭാരം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനം അതിൽ ഒരുക്കിയിരുന്നത്. കേന്ദ്രം അതിൽ പുനഃപരിശോധന നടത്തണം എന്ന് പോലും സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. അത്തരം വിമർശനങ്ങൾ സ്വാഭാവികമായി അദ്ദേഹം ഒഴിവാക്കും എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാർ കരുതിയിരുന്നതെങ്കിൽ അത് അപ്പാടെ തെറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ആ 1 മിനിറ്റ് 20 സെക്കൻഡ് മാത്രം വായിച്ചു തൻ്റെ ഭരണഘടനാപരമായ ബാധ്യത താൻ നിറവേറ്റി എന്ന് വരുത്തി തീർത്ത് അദ്ദേഹം സഭ വിട്ടു പോവുകയായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും അത് വഴിവെച്ചിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ നടന്നതാണ്. അതിനുശേഷം പുറത്ത് കാര്യമായി തന്നെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ഉണ്ടായി. അത് ഭരണകക്ഷികളിൽ നിന്നുണ്ടായി, പ്രതിപക്ഷത്തു നിന്നുണ്ടായി. അത്തരം പ്രതികരണങ്ങൾ അത് ഗവർണർക്ക് അനുകൂലവും ഗവർണർക്കും സർക്കാരിനും പ്രതികൂലവുമായി ഉണ്ടായി. വേണു. ശരി, അലക്സറ മുഹമ്മദാണ് ഇന്ന് നിയമസഭയിലുണ്ടായ നാടകീയ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്. 1 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ് നയപ്രഖ്യാപനത്തിലെ ഒരു ഭാഗം ഗവർണർ വായിച്ചത്. അതുതന്നെ ഏറ്റവും അവസാനത്തെ ഖണ്ഡികയായിരുന്നു. കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഖണ്ഡിക മാത്രമായി വായിച്ച് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം പേരിന് നിർവഹിച്ചു എന്ന മട്ടിൽ കാര്യങ്ങൾ ചെയ്ത് സഭ വേഗം വിട്ട് രാജ്ഭവനിലേക്ക് മടങ്ങിയത്.